സ്നേഹമുള്ളവരെ, യേശു ജനിച്ച സമയത്ത് അവരുടെ രാഷ്ട്രീയ തലസ്ഥാനമായിട്ടുള്ള ജെറൂസലേം ഉൾക്കൊള്ളുന്ന യൂദയ പ്രോവിൻസിലെ മുഴുവനും ആളുകളുടെ എണ്ണം 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആയിരുന്നു എന്നാണ് കണക്ക്. അതേ സമയത്ത് തന്നെ ഗലീലയിലെ ആളുകളുടെ എണ്ണം ഏതാണ്ട് 3 ലക്ഷവും. ജെറൂസലേം ഉൾപ്പെടെയുള്ള യൂദയായും ഗലീലയും സമറിയായും ചേർന്നാലും 10 ലക്ഷത്തിൽ താഴെ മാത്രം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. യേശുവിനെ കാണാനും കേൾക്കാനും ഉള്ള സാധ്യതയുണ്ടായിരുന്ന ആളുകൾ 10 ലക്ഷത്തിൽ താഴെ മാത്രമായിരുന്നുവെങ്കിലും അവിടുന്ന് ഒരു വലിയ ക്രൗഡ് പുള്ളറായിരുന്നു. ഒരുപാട് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ടല്ലോ. അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് 5000 എന്നുള്ള കണക്ക് പുരുഷന്മാരുടെ മാത്രമാണ്. സ്ത്രീകളും കുട്ടികളും ചേരുമ്പോൾ അതിനെത്രയോ മടങ്ങായിരിക്കും ആളുകളുടെ എണ്ണം. എന്തുകൊണ്ടാണ് ഇതിന് മാത്രം ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകാൻ കാരണം? ഒന്നാമതായിട്ട് അവർ ഏതാണ്ട് സഹസ്രാബ്ദത്തിനോടടുത്ത കാലഘട്ടം, 8 നൂറ്റാണ്ടുകൾ അവർ വിവിധ ആളുകളുടെ അടിമത്വത്തിലായിരുന്നു. അടിമത്വത്തിൻ്റെ നുകമ്പേറി മടുത്ത് നിരാശപ്പെട്ട ആളുകളാണ് അവർ. രണ്ടാമത്, ഇവരെ ഈ അടിമത്വത്തിൽ നിന്ന് വിമോചിപ്പിക്കാനായിട്ട് ഒരാൾ വരുമെന്നുള്ള ഒരു പ്രവചനം അവർ വിശ്വസിച്ചിരുന്നു. അത് ഇവൻ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ചിന്ത കുറച്ച് പേർക്കുണ്ടായിരുന്നു. മൂന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് യേശുവിൻ്റെ വ്യക്തിപ്രഭാവം. അവിടുത്തെ മുൻപിൽ ആർക്കും മരണമില്ല, മരിക്കുന്നവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. അവിടുത്തെ മുൻപിൽ ആർക്കും വിശപ്പില്ല, ദാഹമില്ല, ആകാശത്ത് നിന്ന് അപ്പം ഇറക്കി കൊടുക്കും. സുന്ദരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. ഇങ്ങനെ ജെറൂസലേമിലേക്കുള്ള യാത്ര അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഗലീലയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ കൂടെയുണ്ട്. എല്ലാവരും രാജ്യം പിടിക്കാൻ പോകുന്നവരാണ്. ഒരേയൊരു പ്രതീക്ഷ മാത്രമേ അവർക്കുള്ളൂ, രാജ്യം പിടിക്കണം. ലക്ഷ്യം മാത്രമേ ഉള്ളൂ, രാജ്യം സ്ഥാപിക്കണം. അതിന് ആയുധങ്ങളുടെ ബലമോ അംഗങ്ങളുടെ എണ്ണമോ ഒന്നും അവർക്ക് പ്രസക്തമല്ല. പിന്നെയോ യേശു എന്നുള്ള ഒരൊറ്റയൊരാളിലാണ് അവരുടെ പ്രതീക്ഷ മുഴുവനും. യുദ്ധം ചെയ്യുന്ന സമയത്ത് മരിച്ചു വീണാലും ഞൊടിയിടയിൽ കൊണ്ട് അവനെ ഉയർപ്പിക്കും. അവർക്ക് ആഹാരത്തിൻ്റെ ആവശ്യമില്ല, ആകാശത്ത് നിന്ന് അവൻ അപ്പം ഇറക്കി കൊടുക്കും. ഈ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ നടന്നു നീങ്ങുമ്പോഴാണ് ഇതാ യേശു അവരോട് പറയുക, നമ്മൾ ജെറൂസലേമിലേക്ക് പോകുന്നത് എന്തിന്? മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ പ്രഹരിക്കുകയും നശിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും, എന്നാൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് കേട്ടപ്പോൾ പത്രോസിന് വല്ലാതെ ദുഃഖമായിട്ട് പത്രോസ് പറഞ്ഞു, കർത്താവേ, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കൂടെയുള്ള ആളുകളുടെ മുഴുവനും ആത്മവീര്യം ചോർത്തിക്കളയരുത്. അവിടെ യേശു പത്രോസിനോട് പറയുക, നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. എന്നെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന നിന്റെ റോള് സാത്താൻ്റെ റോളാണ്. എന്താണ് മാനുഷികമായിട്ടുള്ള ചിന്ത? കുരിശില്ലാതെ കിരീടം വേണമെന്നുള്ള ഒരു ചിന്ത, സഹനങ്ങളില്ലാതെ സമ്പന്നത വേണമെന്നുള്ള ഒരു ചിന്ത, ഇരുട്ടില്ലാതെ പകലുണ്ടാകണമെന്നുള്ള ചിന്ത. അതായത് ദുഃഖമോ സങ്കടമോ സഹനമോ ഇരുട്ടോ ഒന്നും പാടില്ല, വെളിച്ചവും സമ്പന്നതയും സന്തോഷവും ഒക്കെ മതി എന്നുള്ള ഒരു ചിന്ത. യേശു പറയും, ഇതല്ല ദൈവികമായിട്ടുള്ള ചിന്ത. ദൈവികമായിട്ടുള്ള ചിന്ത സഹനങ്ങൾക്ക് അർത്ഥമുള്ള ചിന്തയാണ്. നമ്മുടെ ചിന്തയിൽ, കാഴ്ചപ്പാടിൽ എന്താണ് സഹനത്തിൻ്റെ മൂല്യം? ഒന്നാമത്, സഹനം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു മായയല്ല. പണ്ഡിതന്മാരെയും പാമരന്മാരെയും ചക്രവർത്തിമാരെയും രാജാക്കന്മാരെയും മന്ത്രിമാരെയും പ്രജകളെയും ഏറ്റവും താഴെക്കിടയിലുള്ളവർ മുതൽ ഏറ്റവും മുകളിലുള്ളവർ വരെയും അവരെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു ചരടുണ്ടെങ്കിൽ അത് സഹനത്തിൻ്റെ ചരടാണ്. എല്ലാവരും ഈ ഭൂമിയിൽ എന്ന് ജനിച്ചവരാണെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ചവരൊക്കെ സഹനത്തിലൂടെയും സങ്കടത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്, അതുകൊണ്ട് അത് അനുഭവിച്ച് മതിയാവും. രണ്ടാമത്, എല്ലാ സഹനങ്ങളും തന്നെ രക്ഷാകരമാണ്. യേശു സഹനത്തിലൂടെയാണ് ലോകത്തിന് രക്ഷ കൊടുത്തത്. അതുകൊണ്ട് തന്നെയും പ്രയോജനമില്ലാതെ ഒരു സഹനവും കടന്നു പോകുന്നില്ല. നമ്മളിന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളുടെയും സമ്പന്നതയുടെയും ഒക്കെ പിറകിൽ അധ്വാനിച്ച, ഞെരിഞ്ഞടങ്ങിയ, തകർന്നു പോയ ഒരു തലമുറയുണ്ട് എന്നുള്ളതാണ് സത്യം.
ചിലരൊക്കെ അധ്വാനിക്കുന്നത് കൊണ്ടാണ്, സഹിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം അങ്ങ് മുന്നോട്ട് പോകുന്നത്. അധ്വാനം, സഹനം ഇതൊക്കെ രക്ഷാകരമാണ്. യേശുവിൻ്റെ രക്തം രക്ഷാകരമായ ആ കാലം മുതൽ. മൂന്നാമതാകട്ടെ, ഈ സഹനങ്ങളൊക്കെയും ദൈവത്തിൻ്റെ മുൻപിൽ വിലയുള്ളതാണ്. അവിടുന്ന് പറയുന്നുണ്ടല്ലോ, ആബേലിൻ്റെ രക്തത്തെ പറ്റിയിട്ട്, ഇതാ നിഷ്കളങ്ക രക്തം എൻ്റെ മുന്നിൽ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നു. നമ്മുടെ ദുഃഖവും സങ്കടങ്ങളും നമ്മുടെ വിയർപ്പും രക്തവുമൊക്കെ ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, കണ്ടാലും കണ്ടില്ലെങ്കിലും, കേട്ടാലും കേട്ടില്ലെങ്കിലും, ഇതൊക്കെ ദൈവത്തിൻ്റെ മുൻപിലേക്ക് ഉയർത്തുന്ന ഒരു നിലവിളിയുണ്ട്. ഈ നിലവിളി ദൈവത്തിന് മാത്രം കേൾക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അറിയപ്പെടാത്തതും കാണാത്തതും ഫലമില്ലാത്തതുമായിട്ടുള്ള ഒരു സഹനവും ലോകത്തിലില്ല. അതായത് ഈ നോമ്പുകാലം എന്നുള്ളത് സഹനത്തിൻ്റെ അർത്ഥം തേടുന്ന കാലമാണ്. യേശുവിൻ്റെ സഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സഹനങ്ങളുടെയും അർത്ഥം തേടുന്ന കാലം. യേശുവിനോട് പത്രോസ് പറഞ്ഞില്ലേ, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഈ പത്രോസ് തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, എൻ്റെ ഗുരു മരിച്ചതുപോലെ മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് എന്നെ തലകീഴായിട്ട് കുരിശിൽ തറയ്ക്കണമേ. എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രക്തസാക്ഷികളാണ് യേശുവിൻ്റെ പിന്നാലെ പോയത്. അത് സഹനത്തിന്, രക്തത്തിന്, വിലാപത്തിനൊക്കെ അർത്ഥമുള്ളത് കൊണ്ടാണ്. ഈ നോമ്പുകാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥം തേടുന്ന ഒരു കാലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.